ടൈമായി. അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് അനാവശ്യ ചോദ്യമല്ല. ചോദിക്കു പോളി. ഈ കഥയിൽ മമ്മൂക്കനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. അത് ഈ കഥാപാത്രം തന്നെയാണ് ഏറ്റവും ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ നമ്മള് സയൻസ് ഫിക്ഷൻ പോയി പറഞ്ഞാലും ആ ജോണറിൽ അത് നന്നായിരിക്കണം. അത്രേ ഉള്ളൂ പുള്ളിക്ക് നിർബന്ധം. സയൻസ് ഫിക്ഷൻ പടവും നമുക്ക് ചെയ്യും. പിന്നെ ആ ജോണറിൽ അത് നന്നായിരിക്കണം. അതാണ് ഞാൻ, എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. പിന്നെ കഥയുടെ ഒരു സ്ട്രക്ചറുണ്ട്, കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായെന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? സംശയമല്ലാണെങ്കിൽ എന്നേക്കാൾ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇവിടെ അങ്ങോട്ട് ചോദിച്ചു. അതല്ല പോട്ടാ. സൈനൈഡ് മോഹനും കളങ്കാവനും തമ്മിൽ ശരിക്കും ബന്ധമുണ്ടോ? എന്താണ് ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഇൻസിഡന്റിനെയും ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല ഇത്, ഒരു ഫിക്ഷൻ തന്നെയാണ്. പക്ഷെ ഒന്നിൽ ഒന്നിൽ കൂടുതൽ ഇൻസിഡൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് എന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. എടോ, ഇവൻ നമ്മ വിചാരിച്ച പോലെ അല്ല കേട്ടാ, ആള് മിടുക്കനാണ്. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെയോ പർട്ടിക്കുലർ വ്യക്തിയോ അങ്ങനെ ഫോളോ ചെയ്യുകയോ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല സിനിമ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, വെറുതെ ആവില്ല. ഇതിലെന്തോ ഉണ്ട്. I feel something fishy. Fishy. This is what they've sent. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. ഈ കഥ ഇങ്ങനെയാണോ? ഇത് ആ കഥ മാറിപ്പോയൊരു കഥയാണല്ലോ. ഞാനൊന്ന് പറയട്ടെ സാർ പറയേ. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വളർന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. വെയിറ്റ്, ഇനിയാ ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. നടന്നൊരു കഥയുടെ കഥ പറയുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ കിട്ടുമ്പോഴേ നമുക്ക് എന്തോ ഒരു വേറൊരു ഫീൽ വരുന്നുണ്ട്. സംഭവം എപ്പെട്ട പോണേട്ടാ, SLC എഴുതാൻ പോണ ചെക്കനാ യേസ് കിട്ടും. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. നമ്മളായിട്ട് തന്നെ പൊക്കിയാൽ ഇത് അവസാനിക്കാനത്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? ഇന്നലെ വരെ യാതൊരു മതിപ്പില്ലായിരുന്നു. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. സാറേ, നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. കുറച്ച് സിനിമകൾ വന്നു, എല്ലാം നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നല്ലോ. അതിനെയൊക്കെ ലാസ്റ്റ് വന്നേ, അതിനെയൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിട്ട് വരുന്ന സാധനമായിരിക്കും കണ്ടോ. നമുക്ക് പൊളിക്കണം എന്നാ തന്നെ ഞാൻ കൊല്ലും. കലക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അത് തന്തയില്ലേ മിത്തരം. എടോ, ഇത് ആഘോഷമായി നന്നായി നടത്തണം എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറ. വില്ലൻ കീഴ വീഴ്ന്നിട്ടാ. നമ്മ ഹീറോ എങ്ങടാ ഇരിക്കാ? ഹീറോ കളിച്ച് മടുത്തു മാഡം. ഇപ്പൊ ട്രെൻഡിങ് വില്ലന്മാരല്ലേ. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? നോക്കിയടാ, രോമം എഴുന്നേക്കുന്നത്. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. എന്നാ പാക്കற ഒറിജിനലാவே நான் வில்லன்மா. இது எப்படி இருக்கு? Hey, I've seen this one. This is a classic. വേറെ ലെവൽ വേറെ ലെവൽ. കലക്കി ഒരു രക്ഷയില്ലട്ടാ. ഇത് വെറും ട്രെയിലർ. പൂരം തുടങ്ങാൻ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അതെ.
അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ട്രെയിലറിൽ ആകെ ഇത്രേ കാണിച്ചുള്ളൂ പുള്ളിയെ. ഇങ്ങനെ വേണം ട്രെയിലർ കട്ട് ചെയ്യാൻ. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഞാനും ഒന്നാമത്തെ കാര്യം ഹിന്ദിക്കാരടുത്തും തമിഴ് ഇൻഡസ്ട്രിയിലുള്ളവരടുത്തൊക്കെയാണ് എനിക്ക് പറയുന്നത്, ഇങ്ങനെ വേണം ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ. ഇത്രേ കാണിക്കാവും, നമുക്കൊന്നും പിടി തരരുത്. 100% ഞാൻ യോജിക്കുന്നു. ആരെയോ അന്വേഷിച്ചടക്കണ പുള്ളിയുടെ കാറാണ് ഹോണ്ട അക്കോർഡ്. അത് ഈ പല സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് ആ കാറ് കാണപ്പെട്ടു. അവസാനം ഒരു സിൽവർ ഷോട്ടിൽ മമ്മൂക്കായിരുന്നു വാട്ടായിട്ടോണ്ടിരിക്കണം. എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. അപ്പൊ ഇനി ചക്രം ഉണ്ടാക്കണം. ഇതല്ല മാമ ക്യാഷ്